സോറി, ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ കരുതുന്നുണ്ടാവും കാശുള്ള ദൈവങ്ങൾ ചുറ്റുമുണ്ടായിട്ടും നിന്നെ തന്നെ തേടി പിടിച്ച് ഞാൻ തൊഴാൻ വരാൻ കാരണം എന്താണ്? വേറൊന്നും കൊണ്ടല്ല, എന്നേക്കാ ദാരിദ്ര്യം പിടിച്ച നിന്നെ കാണുമ്പോൾ ഒരു സന്തോഷം. പണ്ട് നിന്റെ പ്രതാപകാലത്ത് എൻ്റെ അച്ഛൻ്റെ കയ്യും പിടിച്ച് നിന്നെ കാണാൻ വന്നപ്പോൾ നീ തന്ന പടച്ചോറ് ഞാൻ ഒരുപാട് ഉണ്ടിട്ടുണ്ട്. കഴുത്തറ്റം വരെ കടവും കഷ്ടപ്പാടും എൻ്റെ അലയിൽ വെച്ച് തന്നിട്ട് അച്ഛനും അമ്മയും നിൻ്റെ അടുത്തേക്ക് വന്നല്ലോ. പൊട്ടിപ്പൊളിഞ്ഞ ശ്രീകോവിലിനുള്ളിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന നിനക്ക് ഇപ്പം എന്നെ മനസ്സിലാവും.
നിനക്ക് എന്നെ മനസ്സിലാവും. പറയാനുള്ളത് ദാരിദ്ര്യമായതുകൊണ്ട് കേൾക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ല. ആ കേട്ട് കേട്ട് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? ആ ഷേണായി ഒരു മനസമാധാനം തരുന്നില്ല. ആ 4 ലക്ഷം രൂപ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കൊടുത്തില്ലെങ്കിൽ അയാളുടെ ഗുണ്ടകൾ ഇന്ന് എന്നെ തീർക്കും. ആ ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് കേട്ടോ. ആകെ ഉണ്ടായിരുന്ന കിടപ്പാടൊന്ന് ഉച്ചയോടെ ബാങ്കുകാരും ഉണ്ടാവും. ഇനിയാകെ ഞാനും ഒരു 8 രൂപയും മാത്രം. പേടിക്കണ്ട, അതിൻ്റെ ഒരു ചായ പോലും കുടിക്കാതെ നിനക്ക് നല്ലൊരു തേങ്ങ വാങ്ങി ഉടച്ചിട്ടുണ്ട്. യുക്തിവാദികളുടെ തേങ്ങ സ്വീകരിക്കില്ല എന്നൊന്നുമില്ലല്ലോ അല്ലേ? വേറൊന്നും കൊണ്ടല്ല, ഇത് നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗാണ്. ഇത്രയും കാലം നിനക്കൊന്നും ഞാൻ തന്നിട്ടില്ല. ആദ്യമായിട്ടും അവസാനമായിട്ടും ഇതെനിക്ക് തരാനുള്ളൂ. അത് കഴിഞ്ഞു ഈ ലോകത്തുനിന്നൊരു പോക്ക് പോകുന്നു. മുത്തശ്ശി കഥകളിലൊക്കെ കേട്ട പോലെ ഇനി നിങ്ങളൊക്കെ ജീവിച്ചിരിപ്പുള്ള സ്വർഗം എന്നൊന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ ഹരി പോകുന്നു, അല്ല തൃശങ്കു ഹരി പോകുന്നു. ഇയാളിത് ചാവാനും സമ്മതിക്കില്ല. അല്ല മരിക്കാൻ വന്ന് ഞാനെന്തിന് ഇയാൾ പോയിരിക്കുന്നു? എടുത്ത് 4 ചീത്ത പറഞ്ഞു. ഹലോ, പറയടാ ഷേണായി. അതേടാ, എടാന്ന് തന്നെയാ വിളിച്ചേ. നീ ഇന്നലെ എന്താ എന്നോട് പറഞ്ഞേ? എന്നെ അങ്ങ് ചെത്തിക്കളയുന്നു. നീ എന്നെ ഒന്നും ചെയ്യില്ല. വച്ചിട്ട് പോടാ കള്ള ഷേണായി. എന്താ ബ്രോ, ആത്മഹത്യ ചെയ്യാൻ പോവാണോ? അല്ല, ഞാൻ റേഷൻ പീടിയിൽ മണ്ണെണ്ണ വാങ്ങാൻ വരിക്കുക. മനുഷ്യനെ മനസ്സമാത്രത്തോട് ചാവാനും സമ്മതിക്കില്ല. സോറി ബ്രോ, എനിക്കൊരു കാര്യം. എൻ്റെ പൊന്ന് സഹോദരൻ, ഇൻസ്പിറേഷൻ ഡയലോഗാണ് ഉദ്ദേശമെങ്കിൽ പ്ലീസ് ആ സ്റ്റേജൊക്കെ എന്നോ കഴിഞ്ഞതാ. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. അയ്യോ ബ്രോ, ബ്രോ എന്നെ തെറ്റിദ്ധരിച്ചു. ബ്രോ സൂയിസൈഡ് ചെയ്യാൻ പോവാണെങ്കിൽ എന്നെ കൂടെ കൂട്ടുമോ? എന്ത്? താനത് ആളെ കളിയാക്കുക? അല്ല ബ്രോ, ഞാനും സൂയിസൈഡ് ചെയ്യാൻ വന്നതാ. പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യാനൊരു പേടി. ബ്രോ പ്ലീസ്. മച്ചാൻ, തന്നെ കണ്ടാൽ തന്നെ അറിയാം നല്ല കാശുള്ള വീട്ടിലാണ്. പിന്നെ തിന്നാനൊന്നില്ലാഞ്ഞിട്ടല്ല താൻ ആത്മഹത്യ ചെയ്യാൻ വന്നതെന്നും മനസ്സിലായി. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് താനൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്? അതൊരു നീണ്ട കഥയാണ് ബ്രോ. എനിക്കൊരു പ്രശ്നമുണ്ട്. ടെൻഷൻ കയറിയാൽ അപ്പം വിശക്കാൻ തുടങ്ങും. ഓ, അതിന് ഞാനെന്ത് വേണം? ബ്രോ ഇങ്ങോട്ട് കയറി വരുമ്പോൾ താഴെ ഒരു കട ഉണ്ടായിരുന്നു, ഒരു ചായക്കട. കണ്ടിട്ടുണ്ടെങ്കിൽ ടെൻഷൻ കൊണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ബ്രോ. ആ കടയിൽ നല്ല ചൂടൻ സമൂസ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് കയറി വരുമ്പോൾ 4 കഴിച്ചിട്ടാ പോകുന്നത്. പക്ഷേ ഇപ്പോൾ മരിക്കുന്നതിന് മുമ്പ് 2 കൂടി കഴിക്കാനൊരാഗ്രഹം. തനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ താൻ പോയി തിന്നണം, അല്ലാതെ. അവസാനത്തെ ആഗ്രഹമല്ലേ ബ്രോ, ഇനി ജന്മത്ത് പറ്റില്ലല്ലോ. എന്തൊരു രുചിയായിരുന്നു അതിന്. അത്രയ്ക്ക് രുചിയൊന്നും കാണില്ല. സീരിയസ്ലി ബ്രോ, സൂയിസൈഡ് എന്നുള്ളത് മാത്രം ഇങ്ങോട്ട് കയറി പോന്നാ ഞാൻ. ഇല്ലെങ്കിൽ ആ ചില്ലുവട്ടിയിലെ മുഴുവൻ സമൂസയെ ഒറ്റരിപ്പിൽ നിന്ന് നിർത്തേനെ. ആ ആവേശത്തിൽ എൻ്റെ ഫോണും അവിടെ വെച്ച് മറന്നുപോയി. സൂയിസൈഡ് ലൈവ് ഇടാൻ നോക്കിയപ്പോഴാ സാധനം മറന്നത് ഞാൻ ഓർത്തെ. ലൈവ് ഇടാൻ? തനിക്കത് വട്ടാണോ? എൻ്റെ മരണം ഒരു ഫേസ്ബുക്ക് ലൈവായി വരണമെന്നാണ് ബ്രോ എൻ്റെ അന്ത്യാഭിലാഷം. അത് കണ്ട് ചിലരെങ്കിലും കരയുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് കാണും. പലതരം ഭ്രാന്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ജാതി ഒരു ജീവിയെ ഞാൻ ആദ്യമായിട്ട് കാണാം. എടാ മണ്ട, പാർപ്പുറത്ത് തലയടിച്ച് ചത്താപ്പന്നെ തനിക്കെങ്ങനെയാണോ മറ്റുള്ളവർ കരയുന്നത് കാണാൻ പറ്റുന്നത്? എൻ്റെ പ്രേതത്തിനെങ്കിലും കാണാൻ പറ്റില്ലേ ബ്രോ? അത് മതി. എന്നാലേ താനും തൻ്റെ പ്രേതം കൂടി എന്താന്ന് വെച്ചാൽ ചെയ്യും. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേ. ബ്രോ, ഒന്നാ കട വരെ എൻ്റെ കൂടെ വരാമോ?
ആ കാട്ടിലൂടെ അതുവഴി ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു പേടി. അപ്പം താൻ ഒറ്റയ്ക്കല്ലേ ഇങ്ങോട്ട് കയറി വന്ന്? ഒരാവേശത്തിന് കയറി പോകുന്നതാണ് ബ്രോ. ഇപ്പം അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ഏതായാലും നമ്മൾ ഈ ലോകത്തുനിന്ന് പോവുകയല്ലേ ബ്രോ, നമുക്കൊരുമിച്ചൊരു ചായ കുടിച്ചിട്ട് പിരിയും. വിഷം വാങ്ങാൻ കാശില്ലാഞ്ഞിട്ടാ ഞാൻ ഈ പാറക്കെട്ടന്ന് ചാടിച്ചാവാൻ പറഞ്ഞത്. ഇപ്പോൾ വിശപ്പിനെ പറ്റി എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എൻ്റെ സമോസയുടെ കാശ് കൂടി കൊടുത്തിട്ട് നീ ആത്മഹത്യ ചെയ്താൽ മതി. ചേട്ടാ 2 ചായ, പാലൊഴിച്ച് മധുരം കൂട്ടി. എനിക്ക് കേട്ടാൽ മതി. എന്നാൽ 2 കട്ടനടിച്ചോ. താങ്ക്സ് ബ്രോ. പപ്പനോട് ഞാൻ അന്നേ പറഞ്ഞതാ സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം. ഇതിപ്പോൾ സെൽഫി എടുക്കാൻ പോലും പറ്റാണ്ടായി. സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം? എന്താ നിന്റെ പേര്? നിന്റെ പേരെന്താ? അത് വിഴുങ്ങിയിട്ട് പറ. സോറി ബ്രോ, ഐ ആം പുഷ്കർ. യു ക്യാൻ കോൾ മീ പുഷ്കു. മനോഹരമായ പേര്. അതുകൊണ്ടാണോ നീ ആത്മഹത്യ ചെയ്യുന്നത്? അതും ഒരു പ്രശ്നമാണ് ബ്രോ. പക്ഷേ യഥാർത്ഥ പ്രശ്നം അതൊന്നുമല്ല. അവൾ എന്നെ തേച്ചു ബ്രോ. രേണു, 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 നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ കുടുംബ സ്വത്തും എല്ലാം വേണ്ടെന്ന് വെച്ച് വന്നിരിക്കുക. എനിക്കിനി ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ. നമ്മൾ സ്വപ്നം കണ്ടൊരു ജീവിതം നമുക്കിനി വേണ്ടേ? രേണുകെ, നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്ന്. 2 വർഷം ചങ്ക് പറഞ്ഞ് സ്നേഹിച്ച് നിന്നെ വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞ പപ്പയുടെ മുമ്പിൽ എല്ലാം മത്സരിച്ച് ഞാൻ വന്നിരിക്കുക. നമുക്ക് പോവാൻ രേണു, വാ. വന്നോ? ഇതെന്താ? പണമില്ലാത്ത പ്രണയം വെറും പണയമാണ് പ്രിയനെ. പണമില്ലാത്തവനെ എൻ്റെ മച്ചാനെ, തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച് ഈ 4 വരെയുണ്ടല്ലോ, എനിക്ക് വെറും കളിക്കുടക്ക വായിക്കുന്ന പോലെയാണ് തോന്നുന്നത്. എൻ്റെ ചങ്ക് കൊണ്ടു കിടന്ന ബ്രോ അവളെ ഞാൻ. പക്ഷേ എൻ്റെ ഈ പണമില്ലെന്ന് കണ്ടപ്പോൾ അവളെന്നെ തേച്ചു. അവള് കാണണം ബ്രോ എൻ്റെ മരണം. താൻ ചങ്ക് പോലെ കൊണ്ട് നടന്നിരിക്കാം ബ്രോ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, തൻ്റെ പണത്തെ മാത്രം സ്നേഹിച്ചൊരു പെണ്ണിനെ തിരിച്ചറിയാൻ പോലും പറ്റാതെ ജീവിതകാലം മുഴുവൻ നരയിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഇപ്പോൾ സംഭവിച്ചത്? അങ്ങനെ ഒരുത്തി തൻ്റെ ലൈഫിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ അത് ആഘോഷിക്കല്ലേ വേണ്ടത്, അല്ലാതെ ആത്മഹത്യയല്ലല്ലോ. ബ്രോ, വൈസ് വേർഡ്സ്. ഞാനങ്ങനെ ചിന്തിച്ചതേ ഇല്ല. ഒരു വരി കൊണ്ട് എൻ്റെ ചിന്തകളെ തന്നെ മാറ്റിമറിച്ചില്ലേ. ബ്രോയ്ക്ക് ഒരു മോട്ടിവേഷണൽ ചാനൽ തുടങ്ങിക്കൂടെ യൂട്യൂബിൽ? ഇനിയൊരു നിമിഷം കൂടി സുഖമായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പോലും അതിന് സാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിയത്. മറ്റൊരുത്തൻ്റെ കത്തിക്ക് ഇരയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതമോ എൻ്റെ ഇഷ്ടത്തിന് നടന്നില്ല, പക്ഷെ മരണമെങ്കിലും എൻ്റെ ഇഷ്ടത്തിനാവണം. ബ്രോ ഇരിക്കി. എന്താ ബ്രോയുടെ പ്രശ്നം? ബ്രോ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നേ? ബ്രോ പേര് പോലും പറഞ്ഞില്ലല്ലോ. മച്ചാനെ, ഞാൻ ഹരി. അല്ല, അങ്ങനെ പറഞ്ഞാൽ ആരും അറിയില്ല. ത്രിശങ്കു ഹരി അങ്ങനെ പറഞ്ഞാലേ അറിയൂ. പൊളി പേരാണല്ലോ ബ്രോ. ത്രിശങ്കു വീട്ടുപേരാ. താൻ ഈ ത്രിശങ്കു സ്വർഗം എന്ന് കേട്ടിട്ടുണ്ടോ? ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലുള്ളൊരു സ്ഥലമാണ്. ഓർമ്മ വെച്ച കാലം തൊട്ടേ ഭൂമിയിൽ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു, സ്വർഗത്തിലോട്ട് അങ്ങ് എത്തിയുമില്ല. ആ അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആളുകൾ എന്നെ അങ്ങനെ വിളിക്കുന്നത്. രക്ഷപ്പെടുന്നില്ലടോ. ഒന്നും മനസ്സിലായില്ല. അതൊക്കെ പോട്ടെ. സത്യത്തിൽ ഇപ്പം എന്നെ അവിടെ കണ്ടില്ലായിരുന്നെങ്കിൽ ബ്രോ അവിടെ നിന്ന് ചാടി മരിക്കായിരുന്നു.
എൻ്റെ അവസ്ഥ വെച്ച് പണ്ടേ ആത്മഹത്യ ചെയ്യേണ്ടവനാണ് ഞാൻ. പറഞ്ഞാൽ താൻ വിശ്വസിക്കില്ലായിരിക്കും. കുറേ വർഷങ്ങളായി എൻ്റെ ആത്മഹത്യ ഞാൻ തന്നെ സ്വപ്നം കാണാറുണ്ട്, ഇതേ വെള്ളച്ചാട്ടത്ത് വെച്ച്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ. ഇത് സ്വപ്നത്തിൽ കാണാറുണ്ടെന്നോ? അതെ, അവിടെ നിന്ന് ചാടി മരിക്കാനാണ് ഞാൻ വരുന്നത്. പക്ഷേ അപ്പോഴൊക്കെ അതിൽ നിന്നും ആരോ എന്നെ പിന്തിരിപ്പിക്കാറുമുണ്ട്, ഇന്ന് സംഭവിച്ച പോലെ തന്നെ. പക്ഷെ തനിക്ക് വേറെ ഒരു പെൺകുട്ടിയായിരുന്നു. ഏയ് ചുമ്മാ, അതെങ്ങനെ നടക്കാൻ പോണ കാര്യങ്ങളൊക്കെ സ്വപ്നം കാണുന്നേ? എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ദജാവു ആയിരിക്കും. അവളാരോ? അവളാണോ ബ്രോനെ തേച്ചേ? അവളാ? ആര്? ബ്രോ അപ്പം പറഞ്ഞില്ലേ, ദേവ്. ദേവു അല്ല, ദജാവു. അതൊരു പെണ്ണൊന്നുമല്ല, മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ ബ്രോനെ തേച്ചത് ആരാ? തേപ്പല്ല എൻ്റെ പ്രശ്നം, പണമാണ്. കടമുണ്ട്. ഈ പ്രായത്തിൽ താങ്ങാവുന്നതിനേക്കാൾ മിനിമം ഒരു 10 ലക്ഷം രൂപ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതിലൊരു 4.5 ലക്ഷം രൂപ ഇന്ന് ഉച്ചയ്ക്ക് ഒരു തെണ്ടിക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല, അവൻ തന്നെ എന്നെ വന്ന് കൊന്നോളൂ. 10 ലക്ഷോ? എന്തേ, തൻ്റെ കയ്യിലുണ്ടോ എടുക്കാൻ? ഇല്ലല്ലേ? ഇതാ പറഞ്ഞത്. നിന്നെപ്പോലുള്ള അമൂൽ ബേബികൾക്കൊക്കെ ഒരു പെണ്ണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ അതൊരു കാരണം. ബി റിയലിസ്റ്റിക് മാൻ. ജീവിതം എന്ന് പറഞ്ഞാലേ ഈ സമൂസ തിന്ന് തീർക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതല്ല ബ്രോ, ആ കൊല്ലാൻ വരുന്നത് ഇണ്ടിക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഞാൻ സെറ്റാക്കി തന്ന ബ്രോയ്ക്ക് സൂയിസൈഡ് ചെയ്യുന്നൂടെ? 4.5 ലക്ഷം. നീ എന്താ ആളെ കളിയാക്കുക? കാര്യമായിട്ടാ ബ്രോ, എൻ്റെ ബൈക്ക് വിറ്റ 10-12 ലക്ഷം അക്കൗണ്ട് കാണും. കാശിൻ്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? എൻ്റെ ബ്രോ, ക്യാഷ് എനിക്കൊരു പ്രശ്നമല്ല. എൻ്റെ പപ്പയുടെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു ഒറ്റ പഞ്ച് ഡയലോഗ് കൊണ്ട് എൻ്റെ മനസ്സ് മാറ്റി എനിക്ക് കോൺഫിഡൻസ് എന്ന ആളല്ലേ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വെള്ളത്തിൽ കിടന്നേനെ. വെറുതെ ആശിപ്പിക്കല്ലേ. കാര്യമായിട്ടാ ബ്രോ. അത് മാത്രമല്ല, വെറും 4.5 ലക്ഷത്തിന് ബ്രോയെ കൊല്ലാൻ നടക്കുന്ന പരട്ടെ നമുക്ക് ഗുണ്ടകളെ വിട്ട് തല്ലിക്കാം. ഒന്നില്ലെങ്കിലും പാരമ്പര്യമായിട്ട് ഗുണ്ടകളെ വളർത്തുന്ന ഫാമിലി ഞങ്ങളത്. എന്നാ 2 സമൂസ പാർസൽ പറഞ്ഞാലോ? പിന്നല്ല ചേട്ടാ, 2 സമൂസ അല്ല 4 സമൂസ പോയിഞ്ഞെടുത്തോ. നമ്മൾ സൂയിസൈഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ 2 പ്രേതങ്ങളായി നടന്നു വരുമായിരുന്നു അല്ലേ ബ്രോ? പ്രേതങ്ങൾ? നിന്നോടാരാ ഈ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്? ഇങ്ങനെയൊക്കെ എല്ലാവരും പറയും ബ്രോ, അനുഭവം വരുമ്പോഴേ വിശ്വസിക്കൂ. അപ്പോൾ നീ കണ്ടിട്ടുണ്ടോ ഈ പറഞ്ഞ പ്രേതത്തെ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എൻ്റെ ഒരു അപ്പൂപ്പൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ മൂപ്പര് ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞ് നടന്നു വരുമായിരുന്നു. പെട്ടെന്ന് പിന്നിൽ ആരോ വന്ന പോലെ തോന്നി. പേടിച്ചു പോയ അപ്പൂപ്പൻ മെല്ലെ തിരിഞ്ഞു നോക്കി. അപ്പൊ കണ്ട കാഴ്ച ഒരു ബ്രോ ബ്രോ എന്തു പറ്റി? മച്ചാനെ, അവിടെ ഒരു കറുത്ത രൂപം കണ്ട പോലെ. കറുത്ത രൂപോ? എവിടെ? ബ്രോ എന്താ കാണുന്നതെന്ന് പറ. പ്രേതമായിരിക്കും അല്ലേ? ഹേയ്, അവിടെ ഒന്നുമില്ല, എനിക്ക് തോന്നിയത്. ദേ, ചുമ്മാ മനുഷ്യനെ പേടിപ്പിച്ചാലോ പകുതി ജീവൻ അങ്ങ് പോയി. എടാ, പ്രേതമൊന്നുമില്ല. കയ്യും കാലും തലച്ചോറുള്ള മനുഷ്യനെ പേടിയില്ല, പിന്നെയാണ് അതൊന്നുമില്ലാത്ത പ്രേതത്തെ. പക്ഷെ പ്രേതം ചോര കുടിക്കുമെന്ന് പറയാറുണ്ടല്ലോ. എടാ, പ്രേതം ചോര കുടിച്ചെന്ന് എത്ര പേരെ തനിക്കറിയാം? അതിപ്പോ അങ്ങനെ ചോദിച്ചാ അതാ പറഞ്ഞത്. പ്രേതത്തെ കണ്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലാതെ പ്രേതം ആരെയും ചോര കുടിച്ച് കൊന്നിട്ടൊന്നുമില്ല. മനസ്സിലായോ? ഇതൊക്കെ ഓരോ തോന്നൽ മാത്രമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അവിടെ എന്തോ ഉണ്ടെന്ന്, അപ്പം നീ അത് നേരിട്ട് കാണും. കാരണം എന്താ? ഉള്ളിൽ പേടി തോന്നിയ പ്രേതത്തെയും ഭൂതത്തെയും ഒക്കെ കാണും. എന്നാൽ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാലോ, അത് വല്ല തുണി ഉണക്കാനിട്ടതോ വാഴയിൽ ഇളകുന്നതോ ആവും. അത്രയേ ഉള്ളൂ പ്രേതം. എന്തേ? നമ്മളെ ആരോ പിന്തുടരുന്ന പോലെ. ഓ, എനിക്ക് മനസ്സിലായി. ഇനി ഒരു കല്ലെടുക്കുന്നു, പുറകിലേക്ക് എറിയുന്നു, അവിടെയൊന്നും ഇല്ലയെന്നും പറയുന്നു. ഇത്തവണ ഞാൻ ചെയ്യാം. എനിക്ക് പേടിയുമില്ല, ഒരു ഉരുളക്കിഴങ്ങുമില്ല.